നമസ്കാരം കുട്ടികളെ, എല്ലാവർക്കും ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ പുതിയൊരു പാഠത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സുഖ് ഔർ ദുഃഖ് എന്ന് പറയുന്ന ഒരു മനോഹരമായ കവിത പഠിച്ചു. എല്ലാ പേരും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളും അതുപോലെ ആ കവിതയും ഒക്കെ നന്നായി പഠിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു പാഠത്തിലേക്ക് പോകും. ഈ പാഠത്തിൻ്റെ പേര് പിതാ കാ പ്രായച്ചിത്ത്. പിതാ കാ പ്രായച്ചിത്ത്. പിത എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛൻ. പ്രായച്ചിത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? പ്രായച്ചിത്തം. അച്ഛൻ്റെ പ്രായച്ചിത്തം. പിതാ കാ പ്രായച്ചിത്ത്. വളരെ നല്ല ഒരു ഓർമ്മക്കുറിപ്പാണിത്. ഇതിനെ സംസ്മരൺ എന്നാണ് പറയുന്നത്. സംസ്മരൺ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. അതായത് നമ്മുടെ ഓർമ്മയിൽ നിന്ന് നമ്മൾ എഴുതുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെയാണ് ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്നത്. ഈ ഓർമ്മക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഡോക്ടർ അരുൺ ഗാന്ധി എന്ന് പറയുന്ന ഒരാളാണ്. അരുൺ ഗാന്ധി. അവസാനം എന്താ? ഗാന്ധി. അപ്പോൾ ഗാന്ധിയുമായിട്ട് ബന്ധം. ഇത് ഒക്ടോബർ മാസം മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവ് ശ്രീ മഹാത്മാഗാന്ധി ജനിച്ച മാസം അല്ലേ? ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ആദരവുകളും അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. മഹാത്മാഗാന്ധിയുടെ മകനായിരുന്നു മണിലാൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ മകനാണ് അരുൺ ഗാന്ധി. അപ്പോൾ അരുൺ ഗാന്ധിയുടെ ആരാണ്? മഹാത്മാഗാന്ധി അപ്പൂപ്പൻ, മുത്തച്ഛൻ അല്ലേ? മഹാത്മാഗാന്ധിയുടെ മകൻ്റെ മകനാണ് ആര്? അരുൺ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ ഈ ലേഖകൻ. ഇവിടെ അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തർജ്ജമ ചെയ്ത് തന്നിരിക്കുന്നത് അരവിന്ദ് ഗുപ്ത എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത് വിവർത്തനം ചെയ്ത് നമ്മുടെ ഹിന്ദി പുസ്തകത്തിലേക്ക് ആക്കി മാറ്റിയിരിക്കുന്നത് അരവിന്ദ് ഗുപ്ത എന്ന് പറയുന്ന ആളാണ്. അതാണ് ആ പുസ്തകത്തിൽ 2 പേര് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പാഠം എഴുതിയിരിക്കുന്നത് പിതാ കാ പ്രായച്ചിത്ത് എന്ന് പറയുന്ന ആ കാര്യം യഥാർത്ഥത്തിൽ എഴുതിയതാരാണ്? അരുൺ ഗാന്ധി എന്ന ഗാന്ധിജിയുടെ പൗത്രൻ എന്ന് പറയും. പുത്രൻ്റെ പുത്രൻ. അത് തർജ്ജമ ചെയ്ത് മാറ്റിയിരിക്കുന്ന ആരാണ്? അരവിന്ദ് ഗുപ്ത. കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അരവിന്ദ് ഗുപ്തയല്ല, നമ്മുടെ അരുൺ ഗാന്ധിയെക്കുറിച്ച് പേജ് നമ്പർ 33 പുസ്തകം ഒന്ന് നോക്കിയേ എല്ലാവരും. നോക്കിയോ. ഡോക്ടർ അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധി കെ ബേട്ടെ അവർ മഹാത്മാഗാന്ധി കെ പോതേ ഹൈ. ഡോക്ടർ അരുൺ ഗാന്ധി നമ്മുടെ കഥാകാരനല്ല, നമ്മുടെ ഈ ലേഖകനായ അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധിയുടെ ബേട്ടെ, മണിലാൽ ഗാന്ധിയുടെ മകനും മഹാത്മാഗാന്ധി കെ പോതേ, മഹാത്മാഗാന്ധിയുടെ പൗത്രനുമാണ്. അതായത് മഹാത്മാഗാന്ധിയുടെ മകനാണ് ആര്? മണിലാൽ ഗാന്ധി. മണിലാൽ ഗാന്ധിയുടെ മകനാരാണ്? അരുൺ ഗാന്ധി, അതായത് നമ്മുടെ ലേഖകൻ. അരുൺ ഗാന്ധിനെ 30 साल तक ടൈംസ് ഓഫ് ഇന്ത്യ മേ കാം കിയ. ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു ദിനപത്രം. നമ്മുടെ വീട്ടിൽ നമ്മൾ പത്രം വരുത്താറുണ്ട് അല്ലേ? ഏതാണ്? മാതൃഭൂമി, മലയാള മനോരമ, കേരള കൗമുദി, മംഗളം, ചന്ദ്രിക, ഇങ്ങനെ തുടങ്ങുന്നു നമ്മുടെ മലയാള പത്രങ്ങൾ. ഇംഗ്ലീഷ് പത്രങ്ങൾ നമ്മൾ വീട്ടിൽ വരുത്താറുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ദി ഹിന്ദു, ദി ഇന്ത്യൻ എക്സ്പ്രസ് അല്ലേ? അതുപോലെ മറ്റൊരു പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ 30 വർഷം ജോലി ചെയ്തിരുന്ന ആളാണ് ആര്? ഡോക്ടർ അരുൺ ഗാന്ധി. ആക്കി അനേക കിതാബേം പ്രകാശിത് ഹെ. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ MK ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് കെ സംസ്ഥാപക് ഹെ. MK ഇൻസ്റ്റിറ്റ്യൂട്ട്, MK മഹാത്മാഗാന്ധി അല്ലേ? MK ഇൻസ്റ്റിറ്റ്യൂട്ട്, MK ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, MK ഗാന്ധി. അതായത് ഗാന്ധിജിയുടെ പേരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ആര്? ഡോക്ടർ അരുൺ ഗാന്ധി എന്ന നമ്മുടെ ലേഖകൻ. യഹ് സംസ്ഥ അഹിംസ പർ ശോധ് കർത്തി ഹെ. അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു സ്ഥാപനമാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ലേഖനവും അദ്ദേഹം അഹിംസ അല്ലേ, ഹിംസയില്ലാത്ത മാർഗം, അതായിരുന്നു ഗാന്ധിജി സ്വീകരിച്ചിരുന്ന തന്ത്രം അല്ലേ? ഗാന്ധിജി ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ്? അഹിംസയിലൂടെ ആയിരുന്നു.
ഒരു കവളത്തടിച്ചാൽ മറു കവൾ കൂടി കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ സിദ്ധാന്തം. എല്ലാവരോടും വളരെ ക്ഷമാപൂർവം മാത്രം സംസാരിച്ചിരുന്ന നമ്മുടെ സ്വന്തം ഗാന്ധിജി അല്ലേ. അതാണ് അഹിംസയുടെ പാത. ആരെയും നോവിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ, വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കരുത്, അതാണ് അഹിംസ. അങ്ങനെയുള്ള ഒരു ജീവിതം നയിച്ചിരുന്ന നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പൗത്രനായ അരുൺ ഗാന്ധിയും അതുതന്നെയായിരുന്നു. അഹിംസയിൽ അധിഷ്ഠിതമായ ജീവിതമായിരുന്നു. തൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടും അതിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. പിതാ കാ പ്രായച്ചിത്ത്. ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ ഇതിൻ്റെ നോട്ട്സ്, അതായത് അർത്ഥങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. എല്ലാ പേരും ആ അർത്ഥങ്ങൾ പെട്ടെന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണുക. അതാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ശരി, ആദ്യ പാരഗ്രാഫിലേക്ക് നമുക്ക് കിടക്കാം. ഉസ് സമയ മൈ 16 ബരസ് കാ ഥ. എൻ്റെ കയ്യിൽ പുസ്തകമില്ല, അതുകൊണ്ട് നിങ്ങളുടെ പുസ്തകം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പുസ്തകം ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഉസ് സമയ മൈ 16 बरस का था और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर तक आश्रम में रहता था. आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया था. ആശ്രം ദൂർ ദരാസ് കെ ഇലാഖെ മേം ഥ. അത്രയും ഭാഗത്തിൻ്റെ അർത്ഥം നോക്കാം. ശ്രദ്ധിക്കുക, എല്ലാ വരിയും വായിക്കുമ്പോൾ ഓരോ വാക്കിൻ്റെയും അർത്ഥം നിങ്ങൾ അറിഞ്ഞുകൂടെങ്കിൽ എഴുതിയെടുക്കുക. ഞാൻ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഭാവത്തിൽ കുറച്ച് വാക്കുകൾ മാത്രമേ നിങ്ങൾക്ക് എഴുതി തരാറുള്ളൂ. അല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ശ്രദ്ധിച്ച് ഓരോ വാക്കിൻ്റെയും അർത്ഥം എന്താണെന്ന് നോക്കിയിട്ട് അറിഞ്ഞുകൂടാത്തവർ അത് എഴുതിയെടുത്ത് പഠിക്കുക. ശരി, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഞാൻ എല്ലാവർക്കും നല്ല അറിവുണ്ട് എന്നുള്ള ധാരണയോടുകൂടിയാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഏതെങ്കിലും വാക്കിൻ്റെ അർത്ഥമോ എന്തെങ്കിലും അറിഞ്ഞുകൂടെങ്കിൽ ഇപ്പോഴും തന്നെ വിളിച്ച് ചോദിക്കുക. കൃത്യമായി അത് പറഞ്ഞു തരുന്നതാണ്. ഏത് സമയത്തായാലും ഏത് ദിവസമായാലും കുഴപ്പമില്ല. ഓക്കെ, ശരി. ഉസ് സമയെ മൈം 16 ബരസ് കാ ഥ. ഉസ് സമയെ, ആ സമയം. ഉസ് സമയം, നമ്മൾ കഥയൊക്കെ എഴുതുന്നത് അങ്ങനെയാണ് അല്ലേ. ഇവിടെ ലേഖനം എഴുതുന്ന അതിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ്. അപ്പോൾ ഉസ് സമയ, ആ സമയം, മൈം ഞാൻ, 16 16, ബരസ് വയസ്സ്, കാഥ അന്ന് എനിക്ക് 16 വയസ്സായിരുന്നു. ആ സമയം ഞാൻ 16 വയസ്സുള്ളവനായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആ സമയത്ത് എൻ്റെ പ്രായം എത്രയായിരുന്നു? 16 വയസ്സ്. അതായത് 16 വയസ്സ് എനിക്കുണ്ടായിരുന്ന ഒരു സമയത്തെ കാര്യമാണ് പറയാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അവർ അപ്പനെ എന്ന് പറഞ്ഞാൽ തൻ്റെ, മാതാപിതാ കെ സാത്ത്, മാതാപിത അച്ഛനും അമ്മയും, കെ സാത്ത് കൂടെ, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ, ദക്ഷിൺ ആഫ്രിക്കാമേയും ദക്ഷിണ ആഫ്രിക്കയിൽ, ഡർബൻ സെ, ഡർബൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്നും, കരീബ് എന്ന് പറഞ്ഞാൽ എന്താ? ഏകദേശം. കരീബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏകദേശം. 18 18 അല്ലേ, 18ൻ്റെ ഹിന്ദി വാക്ക് എന്താ? 18 മീൽ ദൂർ തക്ക്. മീൽ എന്ന് പറഞ്ഞാൽ മൈല്. ഒരു മൈല് എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം 1.609 കിലോമീറ്ററാണ്. ഏകദേശം 1.5 കിലോമീറ്ററിന് ഇത്തിരി മുന്നോട്ട് 1.609 കിലോമീറ്ററാണ് ഒരു മൈല്. അപ്പോൾ 18 മൈല് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പണ്ടത്തെ അളവാണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരം വരെ, വർക്കലയിൽ നിന്നും ഞെക്കാട് സ്കൂളിൽ നിന്നും തിരുവനന്തപുരം വരെ എത്ര കിലോമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിലോമീറ്റർ എന്നാണ് പറയുന്നത്. എത്ര ദൂരം എന്ന് വെച്ചാൽ കിലോമീറ്ററാണ് പറയുന്നത്. മൈലും അടിയും ഒന്നും ഇപ്പോൾ നമ്മൾ പറയാറില്ല അല്ലേ. പണ്ട് ഒരു ഘാതം, 2 ഘാതം, അല്ലെങ്കിൽ 2 മൈല്, അവിടെ നിന്നിട്ട് ഫർലോങ്, ഇങ്ങനെയൊക്കെയുള്ള അളവുകളായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളെല്ലാം കിലോമീറ്റർ ബേസ്ഡാണ് പറയുന്നത് അല്ലേ. സേലത്തേക്ക് 525 കിലോമീറ്റർ, അല്ലെങ്കിൽ വേറെ ഒരു കിലോമീറ്റർ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? 18 മൈൽ ദൂരെയാണ്, 18 മൈൽ ദൂർ തക്ക് ആശ്രമേ രഹതാത്ത, ഒരാശ്രമത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് 16 വയസ്സുള്ള സമയത്തെ ഒരു കാര്യം, എനിക്കല്ല, നമ്മുടെ ലേഖകനായ അരുൺ ഗാന്ധിക്ക് 16 വയസ്സുള്ള ഒരു സമയത്തെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? 16 വയസ്സുള്ള സമയത്ത് ഒരു കാര്യം പറയുകയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എവിടെ? ദക്ഷിണ ആഫ്രിക്കയിലെ ഡർബൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 18 കിലോമീറ്റർ മാറി ഒരു ആശ്രമത്തിലായിരുന്നു താമസിച്ചിരുന്നത്.
അപ്പനെ മാതാപിതാ കെ സാത്ത് ദക്ഷിൺ അഫ്രീക്ക മേ ഡർബൻ സേ, ഡർബനിൽ നിന്ന് ഖരീബ് ഏകദേശം 18 മീൽ ദൂർ തക്ക്, 18 മീൽ ദൂർ തക്ക്, ഏകദേശം 18 മൈൽ ദൂരെ ഏക്ക് ആശ്രമേ രഹതാത്ത, ഒരു ആശ്രമത്തിലായിരുന്നു ആര് താമസിച്ചിരുന്നത്? നമ്മുടെ ലേഖകൻ. മനസ്സിലായല്ലോ? ശരി. ആശ്രംകോ, ആശ്രം എന്നാണ് ആ വാക്ക് കേട്ടോ. ആശ്രം എന്ന് പറഞ്ഞാൽ ആശ്രമം. ആശ്രമം നമ്മൾ ശാന്തിഗിരി ആശ്രമം പോത്തങ്കോടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? നല്ല ലോട്ടസിൻ്റെ താമരയുടെ ആകൃതിയിലേക്കുള്ള ഒരു മനോഹരമായ കെട്ടിടം ആണ് ഈ പോത്തങ്കോടുള്ള ശാന്തിഗിരി ആശ്രമം. അതുപോലെ ശിവഗിരി ആശ്രമം. നിങ്ങൾ അങ്ങനെ ഒരുപാട് ആശ്രമങ്ങളെക്കുറിച്ച് കേട്ട് കാണും. അതുപോലെ ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്ന് 18 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ആശ്രമത്തിലായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇദ്ദേഹം ജീവിച്ചിരുന്നത്. ആശ്രംകോ മേരെ ദാദാജി, ദാദാജി ആരാ? അപ്പൂപ്പൻ അല്ലേ, മുത്തച്ഛൻ. ദാദാജി എന്ത് ചെയ്തു? മഹാത്മാഗാന്ധിനെ സ്ഥാപിത ചെയ്യാത്ത, അപ്പോൾ മഹാത്മാഗാന്ധി സ്ഥാപിച്ച ഒരു ആശ്രമമാണിത്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആരാ? അദ്ദേഹത്തിൻ്റെ മകനാരാ? മഹാത്മാഗാന്ധിയുടെ മകനാരാ? നമ്മുടെ ലേഖകൻ്റെ അച്ഛൻ. അതായത് ലേഖകൻ്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പുത്രനും ഭാര്യയും എന്ത് ചെയ്യുന്നു മക്കളും ഒക്കെ താമസിച്ചിരുന്നത് ഈ ആശ്രമത്തിലാണ്. ആശ്രമം ദൂർദാസ് കെ ഇലാഖമേഥ. ദൂർദാസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ദൂരെ. ഇലാഖ എന്ന് പറഞ്ഞാൽ എന്താ? പ്രദേശം. ദൂർദാസ് എന്ന് പറയുന്നത് വളരെ ദൂരെയുള്ള ഒരു പ്രദേശത്തിലായിരുന്നു. ആശ്രമം വളരെ ദൂരത്തിലെ ഒരു പ്രദേശത്തിലായിരുന്നു. മനസ്സിലായോ? വളരെ ദൂരെയുള്ള ഒരു പ്രദേശത്തായിരുന്നു. വഹാം ദൂർ ദൂർ തക്ക് ബസ് ഗന്നെ ഖേ കേത്ത് ഹേ. ഗന്ന ഷുഗർ കെയിൻ, കരിമ്പ്. ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? കരിമ്പ്. ഗന്ന എന്ന് പറഞ്ഞാൽ എന്താ? കരിമ്പ്. ഖേത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്നത് വയലാണ്, ഇവിടെ തോട്ടം. അതായത് ഗന്നെ 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 ഇല്ലേ? ഇവിടെ നോക്കിയോ, ഗന്നേക്കെ ഖേത്ത്. എന്താ ഗന്നേക്കെ ഖേത്ത് എന്ന് പറഞ്ഞാൽ കരിമ്പിൻ്റെ വയൽ. കരിമ്പിൻ്റെ വയലല്ല, എന്താ? കരിമ്പിൻ തോട്ടം അല്ലേ? വഹാം ദൂർ ദൂർ തക്ക്, അവിടെയും ഇവിടെയുമായിട്ട്, അതായത് ഇത്തിരി ദൂരെ ആയിട്ട് എന്തുണ്ട്? കരിമ്പിൻ തോട്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കരിമ്പ് നമ്മുടെ വീട്ടിലും കൃഷി ചെയ്താൽ കിളിക്കും അല്ലേ? കരിമ്പിൻ്റെ അത് എന്താണ്? തണ്ട് കൊണ്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് നല്ല ഇലയായി മാറി അവസാനം വലിയ ഒരുതായി വളരെ നീളമുള്ളതാകുമ്പോൾ നമുക്കത് കട്ട് ചെയ്ത് അത് കടിച്ച് തിന്നു കഴിഞ്ഞാൽ അതിന് പഞ്ചസാരയുടെ മധുരമാണ് അല്ലേ? മധുരം, അതിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത്. ഇത് ചില പ്രോസസ്സിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു? അവർ പഞ്ചസാരയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പണ്ട് ദണ്ഡി കടപ്പുറത്ത് പോയാണ് ഉപ്പ് ഉണ്ടാക്കിയെടുത്തത്. കടൽ വെള്ളം വറ്റിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രോസസ്സിങ്ങിലൂടെയാണ് ഉപ്പ് എടുക്കുന്നത്. അതിൽ കടൽ വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശമുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. നമ്മൾ ഉപ്പിന് പകരം കടൽ വെള്ളം ഒഴിക്കുകയല്ല ചെയ്യുന്നത്. കരിമ്പ് കൊണ്ടുപോയി നമ്മൾ കറിയിലിട്ട് കഴിഞ്ഞാൽ അല്ലെ നമ്മുടെ ചായയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേക ആ മധുരം കിട്ടത്തില്ല. അത് പഞ്ചസാര ആയാൽ മാത്രമേ അതിന് പലതരത്തിലുള്ള പ്രോസസ്സിംഗ് ഉണ്ടല്ലേ? ശരി, ഇവിടെ നോക്കിയോ, ഇവിടെ വളരെ ദൂരത്തായിട്ട് എന്തുണ്ട്? കരിമ്പൻ തോട്ടങ്ങൾ മാത്രം കാണാമായിരുന്നു. ഇവർ താമസിച്ചിരുന്ന പ്രദേശത്ത് കരിമ്പൻ തോട്ടങ്ങൾ ആവശ്യം പോലെ ഉണ്ടായിരുന്നു. ഷഹർ സെ ബഹുത് ദൂർ രഹനേക്കെ കാരൺ, അതായത് ഇവർ ഗ്രാമത്തിലായിരുന്നോ താമസിച്ചിരുന്നത്? അല്ല, ഗ്രാമത്തിൽ നിന്ന് ഇത്തിരി ദൂരെയാണ് അവർ താമസിക്കുന്നത് അല്ലേ? ആൾ താമസം വളരെ കുറവായിരുന്ന കരിമ്പൻ തോട്ടങ്ങൾ മാത്രമുള്ള ഒരു ആശ്രമത്തിനകത്താണ്. ഡർബനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പട്ടണം അല്ലേ? നഗരപ്രദേശം. അവിടെ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ മാറി ഒരു ഉൾപ്രദേശത്താണ് താമസിക്കുന്നത്. ഷഹർ സെ ബഹുത്ത് ദൂർ രഹനേക്കെ കാരൺ, ഷഹർ എന്താ? പട്ടണം അല്ലേ? നഗരം. എന്ത് ചെയ്യുന്നു? ഷഹർ സെ ബഹുത്ത് ദൂർ, ഒരുപാട് ദൂരെ, രഹിന താമസിക്കുക, രഹിനേക്കെ കാരൺ എന്ത് ചെയ്യുന്നു? താമസിക്കുന്നത് മൂലം. അതായത് കെട്ടിടത്തിൽ നിന്ന്, അതായത് അവർ പട്ടണത്തിൽ നിന്ന് ഏകദേശം ഒരു ഒരുപാട് ദൂരെ താമസിക്കുന്നത് കൊണ്ട് വഹാം ഹമാരെ കോയി പടോസി നഹീം തേ, അവിടെ എന്ത് ചെയ്യുന്നു? അയൽപക്കക്കാർ ഉണ്ടായിരുന്നോ? ഇല്ല. പടോസി, അയൽക്കാർ, അവർക്ക് പ്രത്യേകിച്ച് അയൽക്കാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. അവർ ഒറ്റപ്പെട്ടാണ് താമസിക്കുന്നത് അല്ലേ? ഒറ്റപ്പെട്ട് താമസിക്കുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് അയൽക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ മൈം ഓർ മേരി ദോ ബഹിനേ. ബഹിൻ എന്താ? നമ്മൾ ബഹൻ എന്ന് പറയുന്നത് തന്നെയാണ്. ബഹിൻ എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരി. ദോ ബഹിനേം, എനിക്ക് 2 സഹോദരിമാരാണുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ 2 സഹോദരിമാരും, അങ്ങനെ 3 മക്കളാണ് അച്ഛനുണ്ടായിരുന്നത്, അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. ഇസ്ലിയെ മേ ഓർ മേരി ദോ ബഹിനേം, ഞാനും എൻ്റെ 2 സഹോദരിമാരും ഹമേശ ഷഹർ ജാനേക്ക ഇന്ദസാർ മേം രഹത്തത്തെ. ഇന്ദസാർ കർണ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക. ഇന്ദസാർ മേം പ്രതീക്ഷയിൽ, രഹത്തത്തെ താമസിച്ചിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പട്ടണത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, കരിമ്പിൻ തോട്ടങ്ങളുടെ ഇടയിലാണ് താമസം. അതുപോലെ പടോസികളില്ല, അയൽക്കാരൊന്നുമില്ല, ആൾ താമസമൊന്നും വളരെ ഉള്ള ഒരു ഏരിയ അല്ല, ആരുമില്ലാത്ത ഒരു ഏരിയയാണ്. അപ്പോൾ പട്ടണം ഒത്തിരി ദൂരെയാണ്. പട്ടണത്തിലേക്ക് പോകാൻ നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. നമ്മൾ തന്നെ ഇത്തരം
നഗരപ്രദേശങ്ങളിൽ അല്ലേ അല്ല നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കിടക്കുന്ന നമുക്ക് പട്ടണത്തിലേക്ക് തിരുവനന്തപുരത്ത് പോകാം, അല്ലെങ്കിൽ എറണാകുളത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആകാംക്ഷയാണ് അല്ലേ. നമ്മൾ കേരളം മൊത്തം സഞ്ചരിക്കുന്ന നമുക്ക് നിങ്ങളെ ഞാൻ ഗുജറാത്തിലേക്ക് പോകാൻ ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലേക്ക് അല്ലെങ്കിൽ കാശ്മീരിലേക്ക് പോകാമെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരാകാംക്ഷയാണ്. അതുപോലെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നു, ആരുമായിട്ട് സഹകരണമൊന്നും ഇല്ലാതെ, അതായത് പുറത്തൊന്നും ആരുമില്ല അല്ലേ, കരിമ്പൻ തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അത്തരം ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു, ഞാനും എൻ്റെ സഹോദരിമാർക്ക് 2 സഹോദരിമാരുണ്ട്, നമുക്ക് എന്ത് ചെയ്യണം, ആ പട്ടണമൊക്കെ ഒന്ന് കാണണം, പട്ടണത്തിലേക്ക് ഒന്ന് പോകണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അതും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലേ. ഹം ഷഹർ ജാനേക്ക് ഹർ മൗക്കെ, ഷഹർ ജാന എന്ന് പറഞ്ഞാൽ എന്താ, പട്ടണത്തിൽ പോകുക. ഹർ ഓരോ, മൗക്ക അവസരം, മൗക്കെ എന്ന് പറഞ്ഞാൽ അവസരം. എന്ത് ചെയ്യുന്നു, ഹർ മൗക്കേക്ക് തലാഷ്, തലാഷ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അന്വേഷണം. അതായത് ഗ്രാമത്തിലേക്ക് നിന്നും നമ്മൾ ഗ്രാമത്തിലുമല്ല, ഉൾനാടൻ പ്രദേശമായ കരിമ്പിൻ തോട്ടങ്ങളുടെ ഇടയിൽ അയൽപ്പക്കക്കാരില്ലാതെ ഒരു ഒഴിഞ്ഞ ഏരിയയിലാണ് താമസം. അപ്പോൾ പട്ടണത്തിലേക്ക് പോകുന്നതിന്, ഷഹറിലേക്ക് പോകുന്നതിനാണ് ഏതെങ്കിലും അവസരം ഒത്തു വന്നാൽ, ജിസ്സേ ഹമേം അപ്പനെ മിത്രോം സേ മിൽ സകേം, നമ്മുടെ കൂട്ടുകാരും അല്ലേ, അപ്പനെ മിത്രവും എന്ത് ചെയ്യുന്നു, നമ്മുടെ കൂട്ടുകാരെല്ലാം എവിടെയാണ്, പട്ടണത്തിലാണ്. ആ പട്ടണത്തിലുള്ള നമ്മുടെ കൂട്ടുകാരെയൊക്കെ മിൽ സകേം കാണാമായിരുന്നു. അവർ സാത്ത് ഹി, കൂടാതെ എന്ത് ചെയ്യുന്നു, വഹാം കെ, അവിടെയുള്ള സിനിമാക്കാർ, സിനിമാക്കാർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ അടഞ്ഞു കിടക്കുന്ന സ്ഥാപനം ഏതാണ്, സിനിമ ഓടിക്കുന്ന വീട് ഏതാണ്, തിയേറ്റർ അല്ലേ, സിനിമാ തിയേറ്റർ. അവിടെയുള്ള സിനിമാ തിയേറ്ററുകൾ ഫിലിമേൻ ദേക്ക് സകെ, പോയി സിനിമയൊക്കെ കാണാമായിരുന്നു. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ കിടക്കുന്ന അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പട്ടണത്തിൽ പോയാൽ മതി. പട്ടണത്തിൽ പോകുന്നത് എന്തിനാണ്, പോയി കഴിഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കാണാമായിരുന്നു. അതുപോലെ തന്നെ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് നേരെ പോയി തിയേറ്ററിൽ പോയി എന്തെങ്കിലും പടങ്ങളൊക്കെ കാണാമായിരുന്നു, സിനിമകളൊക്കെ കാണാമായിരുന്നു. ഇപ്പോൾ സിനിമയും കാണാൻ വയ്യ, കൂട്ടുകാരെയും കാണാൻ വയ്യ, ആകെ പെട്ടിരിക്കുകയാണ്. ഇവിടെ ആരുമില്ലാത്ത കരിമ്പൻ തോട്ടത്തിനിടയിലുള്ള ഒരു ആശ്രമത്തിൽ മഹാത്മാഗാന്ധി സ്ഥാപിച്ച, അപ്പൂപ്പൻ സ്ഥാപിച്ച, മുത്തച്ഛൻ സ്ഥാപിച്ച ഈ ആശ്രമത്തിലാണ് അവരുടെ താമസം, അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കൂടെ. പുറത്തെങ്ങും പോകാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അവസരം കിട്ടുമ്പോഴൊക്കെ അവർ നേരെ പട്ടണത്തിൽ പോയി അവരെ കൂട്ടുകാരെയൊക്കെ കാണാറുണ്ട്, സിനിമയ്ക്കൊക്കെ പോകാറുണ്ട്. അങ്ങനെ ഒരു അവസരം പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്നാണ് ആദ്യ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു തരാം. 16 വയസ്സുള്ള സമയത്താണ് നമ്മുടെ ലേഖകൻ ഇത് എഴുതുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. പക്ഷേ 16 വയസ്സുള്ളൊരു കാലത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്, മഹാത്മാഗാന്ധി എന്ന തൻ്റെ മുത്തച്ഛൻ സ്ഥാപിച്ച ഒരു ആശ്രമത്തിലായിരുന്നു. ഇത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 18 മൈൽ ദൂരെയുള്ള ഒരു പ്രദേശമായിരുന്നു. ആ പ്രദേശത്ത് പ്രത്യേകിച്ച് അയൽവാസികളാരും ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യുന്നു, കരിമ്പൻ തോട്ടങ്ങൾ അവിടെ ഇവിടെയുമൊക്കെ ആയിട്ട് ഇത്തിരി ദൂരത്തായിട്ട് കരിമ്പൻ തോട്ടങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു. ആളനക്കമൊന്നും ഇല്ലാത്തതിനാൽ അവർക്ക് പട്ടണത്തിൽ പോകുന്നതിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പട്ടണത്തിൽ പോകാൻ കിട്ടുന്ന യാതൊരു അവസരങ്ങളും അവർ ഉപേക്ഷിച്ചിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പട്ടണത്തിൽ പോകാനായിട്ട് ശ്രമിച്ചിരുന്നു. എന്തിനാണ്, പട്ടണത്തിൽ പോയാൽ എന്തൊക്കെ കിട്ടും, അവർക്ക് അവരുടെ കൂട്ടുകാരെയൊക്കെ കാണാം, അതുപോലെ തന്നെ ആ തിയേറ്ററിലൊക്കെ പോയി സിനിമകളൊക്കെ കാണാം. അതുകൊണ്ട് അവർ വളരെയധികം പ്രതീക്ഷയോടെയാണ് അവർ ഇരുന്നത്. ഒന്നാമത്തെ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എല്ലാത്തിൻ്റെ അർത്ഥം തന്നിട്ടുണ്ട്, പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പോകാമല്ലോ. ശരി, നോക്കിക്കോളൂ. ഏക് ദിൻ പിതാജീനെ മുജ്സെ കഹാക്കി, ഒരു ദിവസം അച്ഛൻ മുജ്സെ എന്നോട് പറഞ്ഞു, ഒരു ദിവസം അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മെയിം ഉനേം കാർ സേ ഷഹർ ലേ ജാവു, മെയിം ഞാൻ, ഉനേം അദ്ദേഹത്തെ, കാർ സേ ഷഹർ ലേ ജാവു എന്നെ ഒന്ന് കാറിൽ പട്ടണത്തിലേക്ക് കൊണ്ടുപോകണം. ഷഹർ എന്താ, പട്ടണം. കാർ അറിയാലോ, നമ്മുടെ കാറിനെ ഷഹർ പട്ടണം, ലേ ജാവും കൊണ്ടുപോകണം, എന്നെ ഒന്ന് കൊണ്ടുപോകണം. എന്തിനാണ്, പട്ടണത്തിൽ അച്ഛനെന്തോ ആവശ്യമുണ്ട്, അതുകൊണ്ട് എന്നെ ഒന്ന് പട്ടണത്തിൽ കൊണ്ടുപോകണമെന്ന് ആര് പറഞ്ഞു, അച്ഛൻ മകനോട് പറഞ്ഞു. ഉൻകി വഹാം പൂരേ ദിൻ കി ഏക്ക് മീറ്റിംഗ് തീ, അദ്ദേഹത്തിന് അവിടെ എന്തിനാണ് പോകുന്നത്, പൂരേ ദിൻ കി, ദിൻ ദിവസം, അതായത് പകൽ ടൈം, രാവിലെ മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള, അതായത് സന്ധ്യ ആകുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പകലെന്ന് പറയുന്നത്. പകലും രാത്രിയും, രാത്രി എന്ന് പറയുമ്പോൾ ഇരുട്ടി തുടങ്ങുമ്പോഴാണ് നമ്മൾ രാത്രി എന്ന് പറയുന്നത് അല്ലേ. സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള സമയം നമ്മൾ രാത്രി എന്ന് പറയും. അപ്പോൾ വൈകുന്നേരം വരെ, ഏകദേശം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് നമ്മൾ പകലെന്ന് പറയുന്നത്, അതിനാണ് ദിൻ എന്ന് പറയുന്നത് അല്ലേ. ഉൻകി വഹാം പൂരേ ദിൻകി, ഒരു ദിവസം മുഴുവനുള്ള ഏക്ക് മീറ്റിംഗ് തീ, ഒരു മീറ്റിംഗ് ഉണ്ട്. അതായത്
അച്ഛന് പട്ടണത്തിലൊരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നീ എന്നെ ഒന്ന് കാറിൽ കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ടു. മുझे ऐसा ही मौके की तलाश थी. മുझे എനിക്കാണെങ്കിലോ ഐസാഹി ഇതുപോലൊരു ഐസാഹി എന്ന് പറഞ്ഞാൽ എന്താ, ഇതുപോലൊരു മൗക്കേക്ക് അവസരത്തിന് വേണ്ടിയുള്ള തലാസ്തി അന്വേഷണത്തിലായിരുന്നു. ഇതുപോലെ എങ്ങനെയെങ്കിലും ഒരു അവസരം വീണ് കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഇല്ലേ. നമുക്കാണെങ്കിൽ പുറത്തിറങ്ങി ഒന്ന് ക്രിക്കറ്റ് കളിക്കണം, അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ട്, സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ പുറത്തിറങ്ങി നമുക്ക് എന്ത് ചെയ്യണം, ഒളിച്ച് കളിക്കണം, സാറ്റ് കളിക്കണം, അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് സമ്മതിക്കുന്നില്ല, വെയിലാണ്, വെള്ളി ഇറങ്ങണ്ട, കൊറോണയാണ് ഇല്ലേ എന്നൊക്കെ പറയുന്നു. പക്ഷേ ആ സമയത്താണ് എന്തെങ്കിലും അച്ഛനും അമ്മയ്ക്ക് ഒരു ആവശ്യം വരുന്നത്, ശരി നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയി കളിച്ചോ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം അച്ഛനും അമ്മയും പറയുമ്പോൾ എന്ത് സന്തോഷമാണ് അല്ലേ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നമ്മുടെ ആ ലേഖകന് വളരെയധികം സന്തോഷം തോന്നി. കാര്യം അച്ഛൻ വന്ന് ആവശ്യപ്പെടുകയാണ്, എനിക്കൊരു ദിവസം മുഴുവനും ഒരു മീറ്റിംഗ് ഉണ്ട്, നാളെ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഒരു ഫുൾ മീറ്റിംഗ് ഉണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ മീറ്റിങ്ങിൽ ഇനി പങ്കെടുക്കണം, അതുകൊണ്ട് നീ എന്നെ കാറെടുത്തുകൊണ്ട് വന്ന് എന്നെ ഒന്ന് അവിടെ കൊണ്ടാക്കാൻ പറഞ്ഞു. ക്യോങ്കി मैं शहर जा रहा था, मुझे ऐसा ही मौके की तलाश थी, क्योंकि मैं शहर जा रहा था. माम ने मुझे सामान लेने की एक लंबी लिस्ट थमा दी. കൂടാതെ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് ഷഹറിലേക്ക് പോകുന്നതിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ക്യോങ്കി മേം ഷഹർ ജാ രഹാത്ത, എനിക്ക് പട്ടണത്തിലേക്ക് പോകണമായിരുന്നു. എന്താണ്, മാംനെ അമ്മ എന്ത് ചെയ്യുന്നു, മുझे സാമാൻ ലേനേക്ക് ഒരു സാധനങ്ങൾ മേടിക്കുന്നതിനുള്ള, സാമാൻ എന്ന് പറഞ്ഞാൽ എന്താ, സാധനങ്ങൾ, ലാന എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ അർത്ഥം മേടിക്കുക, സാധനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ഏക്ക് ലംബി, ലംബ ലംബേ ലംബി എന്താ, നീളമുള്ള അല്ലേ, ലംബി ലിസ്റ്റ്, ലിസ്റ്റ് ലിസ്റ്റ് നീളമുള്ള ഒരു ലിസ്റ്റ്. തുണ്ട് പേപ്പറിൽ നമ്മൾ എഴുതാറില്ലേ ഓണത്തിനൊക്കെ. നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് അണ്ണാ 2 കിലോ അരിയും 1 കിലോ പഞ്ചസാരയും ഇത്തിരി വെളിച്ചെണ്ണയും അങ്ങനെ ഒരു 4-5 ഐറ്റം മേടിക്കും. അത് തീരുന്നതനുസരിച്ചാണ് നമ്മൾ പോയി മേടിക്കുന്നത്. ഓണത്തിന് അങ്ങനെയല്ല, ഒരു വലിയ ലിസ്റ്റ്, അരി, പഞ്ചസാര, ഉഴുന്ന്, ഇങ്ങനെ ഒരു ലിസ്റ്റ് എഴുതി നമ്മൾ ഒരു പേജ് നിറച്ച് എഴുതാറുണ്ട് അല്ലേ. ഇതുകൊണ്ട് കടയിൽ കൊടുക്കുന്നു, അവർ ആ സാധനങ്ങൾ ഒരു ചാക്കിൽ കെട്ടി വെക്കുന്നു, അത് എടുത്തുകൊണ്ട് വരുന്നു. അതാണ് ലംബി ലിസ്റ്റ് എന്ന് പറയുന്നത്. നീളമുള്ള ഒരു ലിസ്റ്റ് അമ്മ തയ്യാറാക്കി കൊടുത്തു. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ അവരെന്നും പട്ടണത്തിൽ പോകുന്നില്ല, പട്ടണത്തിൽ വല്ലപ്പോഴും കൂടിയാണ് പോകുന്നത്. പോകുന്ന സമയത്ത് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമായ കുറേ നാളത്തേക്കുള്ള സാധനങ്ങൾ ഒറ്റയടിക്ക് മേടിച്ചുകൊണ്ട് വരുന്നു. അതിനാണ് ഒരു ലംബി ലിസ്റ്റ് കൊടുക്കുന്നത് അല്ലേ. അങ്ങനെ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്തു, വലിയ നീളമുള്ള ഒരു ലിസ്റ്റ് എടുത്ത് കൊടുത്തു. ഷഹർമേ മുझे പൂരാ ദിൻ ബിദാന ഹെ, ബിദാന കഴിച്ചു കൂട്ടുക, ബിദാന എന്ന് പറഞ്ഞാൽ എന്താ, കഴിച്ചു കൂട്ടുക. ഷഹർമേ പട്ടണത്തിലെ മുझे പൂരാ ദിൻ ബിദാന ഥ, എനിക്ക് ഒരു ദിവസം മൊത്തം കഴിച്ചു കൂട്ടണം അല്ലേ. കാരണം അച്ഛന് മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ മേടിക്കുകയും ചെയ്യാം. ഒരു ദിവസം മൊത്തം ഉണ്ട്, അച്ഛന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മീറ്റിംഗാണ്. നേരെ പോയിട്ട് പിന്നെ ഇങ്ങ് വന്നിട്ട് പിന്നെയും പോയി വിളിക്കുന്നത് തെറ്റാണ്, അത് ശരിയാവത്തില്ല അല്ലേ. ഇത്ര കിലോമീറ്റർ ദൂരെയാണ്, അപ്പോൾ അച്ഛനെ കൊണ്ടാക്കുന്നു, പിന്നെ അവിടെ മൊത്തം അച്ഛൻ തിരിച്ചു വരുന്നതുവരെ അവിടെ വെയിറ്റ് ചെയ്യണം. ഒരു ദിവസം മുഴുവൻ ബിദാന കഴിച്ചു കൂട്ടുക. ഇസ്ലിയെ പിതാജീനെ, അതുകൊണ്ട് അച്ഛൻ മുച്ഛ്സേ എന്നോട്, വഹാം കൈ ബഖായ എന്ത് ചെയ്യുന്നു, കേത്ത് വയൽ, അതൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ ശരി. അവിടെ എന്ത് ചെയ്യുന്നു, ബിദാന കഴിച്ചു കൂട്ടുക എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാം ശരി. ഇസ്ലിയെ പിതാജിനെ മുച്ഛ്സേ വഹാം കൈ ബഗായ എന്ത് ചെയ്യുന്നു, അവിടെ പിതാജിനെ മുച്ഛ്സേ അച്ഛൻ എന്നോട്, വഹാം കൈ ബഗായ കാംകോ, കാം എന്ന് പറഞ്ഞാൽ എന്താ, ജോലി, കാമോംകോ എന്ന് പറഞ്ഞാൽ ജോലികളെ, ബഖായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ബാക്കിയുള്ള, അവശേഷിച്ച എന്നുള്ള അർത്ഥം, ബാക്കിയുള്ള ജോലികൾ, പൂരാകർണേക്കോ കഹ പൂർത്തീകരിക്കുക, പൂരാകർണ പൂർത്തീകരിക്കുക, കോ കഹ പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് എന്താ പറഞ്ഞത്, എനിക്കെന്തായാലും ദിവസം മുഴുവൻ കഴിയണം, ഞാൻ രാവിലെ മീറ്റിങ്ങിനായി കയറിപ്പോവും, പോയി കഴിഞ്ഞാൽ വൈകിട്ട് മീറ്റിങ്ങിന് തിരിച്ചു വരുന്നത് വരെ നീ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് ബാക്കിയുള്ള എന്തൊക്കെയോ ജോലിയുണ്ടോ അതെല്ലാം തീർത്തിക്കുക എന്ന് പറഞ്ഞു. പട്ടണത്തിൽ വരേണ്ട എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം കൂടെ ഞാൻ അങ്ങ് മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് നീ ഫുള്ള് നിന്ന് അത് ചെയ്ത് തീർക്കണം, എന്നിട്ട് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം എന്നാണ് പറഞ്ഞത് അല്ലേ. ഇസ്മേം കാർ കി സർവീസിംഗ് ഫീ ഷാമിൽ തീ, എന്ത് ചെയ്യുന്നു, സർവീസിങ് എന്താ, നമ്മുടെ കാറൊക്കെ മേടിക്കുമ്പോൾ, കാറ്, ബൈക്ക്, സ്കൂട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിന് ഓരോ നിശ്ചിത പീരീഡ് എത്തുമ്പോൾ അതിന് സർവീസിംഗ് ഉണ്ട് അല്ലേ. അതിന് ഓയിൽ മാറ്റണം,
അങ്ങനെ വാട്ടർ സർവീസ് ചെയ്യണം, അതുപോലെ തന്നെ ബ്രേക്ക് ചെക്ക് ചെയ്യണം, ലൈറ്റ് ചെക്ക് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് സർവീസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ വണ്ടികളൊക്കെ മേടിക്കുമ്പോൾ, നിങ്ങളെ വീട്ടിലൊക്കെ പുതിയ വണ്ടികൾ മേടിക്കുമ്പോൾ അത് സർവീസിന് കൊണ്ടുപോകണം, അതാണ് ഇവിടുത്തെ സർവീസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കാർ കീ സർവീസിംഗ് ഫീ ഷാമിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഷാമിൽ ഹോന എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുക. ഷാമിൽ ഹോന എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തുക. എന്ത് ചെയ്യുന്നു? ആ ജോലികളിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരുന്നു? കാറിൻ്റെ സർവീസും കൂടെ ഉൾപ്പെട്ടിരുന്നു. അല്ലാതെ ഒരു വലിയ ജോലിയുണ്ട്. എന്താണ്? അമ്മ തന്ന ഒരു നീണ്ട ലിസ്റ്റുണ്ട്, അതിൻ്റെ സാധനങ്ങൾ മേടിക്കണം. പിന്നെ മറ്റൊരു ജോലിയും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താ? കാറിൻ്റെ സർവീസിങ് അല്ലേ? അതാണ് നമ്മൾ പഠിച്ചത്. ശ്രദ്ധിക്കുക. ഏക് ദിൻ പിതാജീനെ അങ്ങനെ ഇതാണ് നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ പഠിച്ചത്. എന്താണ് പറഞ്ഞു നിർത്തിയത്? അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടത്, ഒരു ദിവസം രാവിലെ എണീറ്റ് ആവശ്യപ്പെട്ടു, എന്നെ കാറിൽ നീ ഒന്ന് പട്ടണത്തിൽ കൊണ്ടുപോകണം, എനിക്കൊരു ദിവസം ഫുള്ള് അവിടെ മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ വീണ് കിട്ടിയ അവസരത്തിൽ വളരെയധികം സന്തോഷം തോന്നി എനിക്ക്. കാരണം ഞാൻ ഇതേപോലെ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു അല്ലേ? അല്ലാതെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അമ്മ എനിക്ക് നീണ്ട ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ നീണ്ട ഒരു ലിസ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട്. ആ നീണ്ട ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ മേടിക്കണം അല്ലേ? അങ്ങനെ അത് മേടിക്കുന്നതിന് വേണ്ടി വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതിൽ ഒരു വാക്കുണ്ടായിരുന്നു, ഥമാദി എന്ന് പറഞ്ഞത്, ഏൽപ്പിച്ചിരുന്നു എന്നാണ്. ലംബി ലിസ്റ്റ് ഥമാദി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു നീണ്ട ലിസ്റ്റ് ഏൽപ്പിച്ചിരുന്നു. ഥമാന എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക, ഥമാദി എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചിരുന്നു അല്ലേ? അങ്ങനെ വലിയൊരു നീളമുള്ള ലിസ്റ്റ് ഏൽപ്പിച്ചിരുന്നു. പട്ടണത്തിൽ ഒരു ദിവസം മുഴുവൻ കഴിച്ചു കൂട്ടണം. കാര്യം അച്ഛന് ഒരു ഫുൾ ഡേ മീറ്റിംഗ് ആണ് അല്ലേ? അതുകൊണ്ട് എനിക്ക് ആ ഒരു ദിവസം ഫുൾ എനിക്ക് അവിടെ കഴിച്ചു കൂട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്നോട് പറഞ്ഞു, ബാക്കിയുള്ള സമയം ഞാൻ മീറ്റിങ്ങിന് പോയിട്ട് എന്നെ നീ മീറ്റിംഗ് സ്ഥലത്താക്കിയിട്ട് ഞാൻ തിരിച്ചു വരുന്നത് എന്തായാലും വെറുതെ നിൽക്കുകയാണല്ലോ. ആ സമയത്ത് നിൻ്റെ എല്ലാ ജോലികളും അവശേഷിക്കുന്ന ബാക്കിയുള്ള പട്ടണത്തിൽ വന്ന് എന്തൊക്കെ ചെയ്തു തീർക്കാൻ ഉണ്ടോ അതെല്ലാം ഇന്നങ്ങ് ഫുൾ ഫിനിഷ് ചെയ്യുക, ആ ജോലികളെല്ലാം ഇന്ന് ചെയ്തു തീർക്കുക എന്ന് പറഞ്ഞു. ഇസ്മയും അതിലെന്തിൻ്റെ കാര്യം കൂടെ ഉണ്ടായിരുന്നു? കാറിൻ്റെ സർവീസും കൂടെ ഉണ്ടായിരുന്നു. കാറ് സർവീസ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അമ്മ തന്നിട്ടുള്ള ഇത്തരം നീണ്ട ലിസ്റ്റിൻ്റെ സാധനങ്ങൾ മേടിക്കുക, അതിനോടൊപ്പം കാറിൻ്റെ സർവീസിങ് കൂടെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി അടുത്തൊരു പാരഗ്രാഫത്തിൽ വലിയ പാരഗ്രാഫാണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നെന്തായാലും ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. നമ്മൾ ഒരിക്കലും പഠിക്കാതിരിക്കരുത്, നന്നായിട്ട് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക അല്ലേ? ജീവിതത്തിൽ എന്നും വിജയങ്ങളുണ്ടായ ഒരു വ്യക്തിയാണ് കർണൻ. പക്ഷേ ആ വിജയങ്ങളൊന്നും തനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് കർണൻ എന്ത് ചെയ്തു? തോൽവികൾ ഏറ്റുവാങ്ങിയിരുന്നു അല്ലേ? ജയിക്കാമായിരുന്നിട്ടും തോറ്റു കൊടുത്തിട്ടുള്ളവനാണ് കർണൻ എന്ന കഥാപാത്രം. മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകർ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ കർണനെക്കുറിച്ചുള്ള കഥകൾ ചോദിച്ച് മനസ്സിലാക്കുക. ജയിക്കാമായിരുന്നിട്ടും തോറ്റു കൊടുത്തവനാണ് കർണൻ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ജയിക്കാമായിരുന്നിട്ടും തോറ്റു കൊടുക്കരുത്. ജയിക്കാവുന്ന കാര്യങ്ങളെല്ലാം നന്നായി ജയിക്കുക തന്നെ വേണം. നല്ല വിജയവും നല്ല ആരോഗ്യവുമൊക്കെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.